ഹൂസ്റ്റണിലുള്ള 1000 ഐലൻഡ്സിലേക്കാണ്. ഇന്ന് മനുവിന്റെ ബർത്ത്ഡേ ആണ്. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെ വന്നതാണ്. നമ്മുടെ കൂടെ നമ്മുടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഈ കാണുന്ന ബോട്ടിൽ 3 hour ജേണിയുടെ ഒരു പാക്കേജാണ് നമ്മൾ എടുത്തേക്കണം കേട്ടോ. കേറ ചെയ്യാം മോളിസം. Thank you, crew, for the demonstration. We appreciate you. A little later on, after I explain a bit more about the history of Wolf Island. Like I said, Wolf Island is the largest of our 1,000 islands. Video. The story of their name is actually local. കാപ്പി ഉണ്ടാക്കുന്ന ലെബിനും ഭാവി വന്നു. ഹാപ്പി ബർത്ത്ഡേ മനു. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചേട്ടൻ. അതെ ഇനി ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ. ഈ 1000 ഐലൻഡ് എന്ന് പറയുന്നത് കാനഡ US ബോർഡറിലുള്ള ഒരു സെൻറ്റ് ലോറൻസ് നദിയിൽ കാണപ്പെടുന്ന ഒരു 1800 പരം കൊച്ചു കൊച്ചു ഐലൻഡുകൾ ചേർന്നൊരു പ്രദേശത്തെയാണ് ഈ 1000 ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഇത് കാനഡയിലും USA ഉള്ളവർക്ക് ഒരുപാട് റിക്രിയേഷണൽ ആക്ടിവിറ്റീസൊക്കെ നൽകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പല പാക്കേജുകളും ഗവൺമെൻറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവരവർക്ക് വേണ്ട പാക്കേജ് എടുത്ത് ഓരോന്നും പല സമയത്തിലായിരിക്കും ക്രമീകരിച്ചിരുന്നത്, പല സീസണിൽ. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്ത് ഇവിടെ വരാവുന്നതാണ്. ഞങ്ങളെടുത്തത് ഒരു 3 hourൻ്റെ ഒരു പാക്കേജാണ്. അപ്പോൾ 3 hourൻ്റെ പാക്കേജിൽ നമ്മളിങ്ങനെ പല ഈ ഐലൻഡ് ചുറ്റുവിനെ കാണിക്കും. അപ്പോൾ ഇതിൽ ഓരോ സ്ഥലങ്ങളിലും കൊച്ചു കൊച്ചു വീടുകളും ചില സ്ഥലത്ത് വലിയ വലിയ മാൻഷനുകളും അവർ പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിഷിങ്ങും മറ്റു ബോട്ട് ആക്ടിവിറ്റീസുകളൊക്കെ മെയിൻ നടക്കണ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഏകദേശം ഫോൾ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ടിവിറ്റീസുകൾ ഇച്ചിരി കുറവാണ് അവിടെ നമുക്ക് റിവറിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ സമ്മർ ടൈമിലൊക്കെ വരണമെങ്കിൽ ഒരുപാട് വെഡ്ഡിങ്ങുകളും മറ്റ് ഫിഷിങ് മറ്റ് ബോട്ട് ആക്ടിവിറ്റീസുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്ലേസാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇവിടെ വരണം. പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു 3 hour ജേണി നമുക്ക് ഒരു ബോട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു സുഖകരമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ വേറെ ഏതൊരു പാക്കേജ് ഉണ്ട്. നമുക്ക് US വിസ ഒക്കെ ഉണ്ടെങ്കിൽ US ഏതോ ഒരു ഐലൻഡിൽ നിർത്തിയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ കാട്ടിത്തരണം, അല്ലെങ്കിൽ അവിടുത്തെ ഏതോ വീടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറാൻ പറ്റുന്ന ഒരിതുണ്ടെന്നാണ് ഞങ്ങൾ കേട്ടത്. അപ്പോൾ നമുക്കാർക്കും US വിസയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാണ് ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മളും അങ്ങനെ വിചാരിച്ചായിരുന്നു നമുക്കവിടെ ഇറങ്ങി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി ഫണ്ണായാണ്. ഇതെന്ന് പറഞ്ഞാൽ ബോട്ടിൽ നമ്മൾ ഇരുന്ന് മ്യൂസിക്കൊക്കെ ആസ്വദിച്ച് ഈ ഐലൻഡുകളൊക്കെ കണ്ടുകൊണ്ട് ഒരു യാത്ര, അതായിരുന്നു ഞങ്ങൾ എടുത്ത പാക്കേജ്. അപ്പോൾ ഓരോരുത്തർക്ക് ഏതാണ് സൗകര്യം എന്നുള്ള രീതിയിലെടുത്ത് ഈ ഒരു സ്ഥലം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ്. The left of the boat is this red ferry here. It's a lot smaller, but it is this red. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. നല്ല വൈദ്യായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇപ്പോഴും അങ്ങോട്ട് meters in depth. The name Nokomis comes from
the name of the grandmother of Hiawatha in It's your birthday, huh? How old are you? 21, 22? How old are you going to be today? Well, I think to myself, what a wonderful റിവേഴ്സ് ആക്കിയിട്ട് ആൾക്കാർ ഇങ്ങനെ പോകുന്നത്. തലടിച്ച് വിടാ. അങ്ങനെ ഈ ഉലാത്തിലോട് കൂടി ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.